ഈ അനുഗ്രഹീത രാത്രിയിൽ ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായ ചില കാര്യങ്ങളിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കുകയാണ്. ഈ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് ഈ പ്രാവശ്യത്തെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ നോട്ട് ഉണ്ടാക്കുന്ന നല്ലതാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ അകത്തത് ഗ്രാഹ്യമായി തീരും. ഓക്കെ, നമ്മൾ 3 വിധ കവനൻറ്റുകളാണ് ബൈബിളിൽ, അല്ലെങ്കിൽ 3 ടൈപ്പ് കവനൻറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇത് നിങ്ങളുടെ അകത്ത് കിടക്കണം കേട്ടോ. 3 പേര് അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ABC അങ്ങനെ ഓർത്താലും മതി. അല്ലെങ്കിൽ ഗ്രാൻഡ്, കിങ്ഷിപ്പ്, വാസൽ, GKV SJK അല്ല, GKV ഗ്രാൻഡ്, കിങ്ഷിപ്പ്, വാസൽ, 3 കവനൻറ്റുകൾ. ഇതിനകത്ത് ഗ്രാൻഡ് കവനൻറ്റ്, ഇത് 3 നിങ്ങളുടെ അകത്ത് കിടന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാകുള്ളൂ. എന്നിട്ട് നിങ്ങളെ എനിക്ക് ഓർഡറിൽ കൂടെ ബൈബിളിൽ കൂടെ കൊണ്ടുവന്നിട്ട് വേണം കാൽവറിയിൽ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ. അപ്പം ഞാനിത് പറഞ്ഞു കൊണ്ടുവരുന്നത് പുതിയ ഉടമ്പടി എന്താണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകാനാണ്. 3 ടൈപ്പ് കവനൻറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞ്, ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞ്, എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിട്ട്. 3ാമത്തെ സെക്ഷനാണ് ഞാനീ പറയുന്നത്. ഒരാളൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ് ഏതാണെന്ന്. പോയി എല്ലാവരും. നാട് വിട്ടു, കൂട് വിട്ടു, നാമധേയ, ഗ്രാൻഡ് കവനന്റ്, കിൻഷിപ്പ് കവനന്റ്, വാസൽ കവനന്റ്. അത് 3 ഏതാണെന്നൊന്ന് പറഞ്ഞ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നോക്കി എഴുതി വായിച്ചോ, അതിനൊന്നും പ്രശ്നമില്ലെന്നേ. ഇല്ല, ഗ്രാൻഡ് കവനന്റ് ഉയർന്ന വ്യക്തി താണ വ്യക്തിയെ ബഹുമാനിക്കുന്ന രീതി. അതിനകത്ത് നിബന്ധനകളില്ല. അത് മുകളിലിരിക്കുന്ന വ്യക്തി താഴെ വ്യക്തിക്ക് ഓഫർ ചെയ്യുന്നതാണ് ഗ്രാൻഡ് കവനന്റ്. ഓക്കെ, രണ്ടാമത്തത് കിങ്ഷിപ്പ് കവനന്റ്, 2 തുല്യ വ്യക്തികൾ കരാറിൽ ഏർപ്പെടുന്ന, അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള 2 രാജാക്കന്മാർ ചെയ്യുന്ന പോലെ. ഏറ്റവും ഓർത്തിരിക്കാൻ എളുപ്പം വിവാഹം കിൻഷിപ്പാണ്. വാസൽ കവനന്റ് യുദ്ധ തടവുകാരായി പിടിച്ചുകൊണ്ട് പോയി അവരോട് ചെയ്യുന്ന ഉടമ്പടി, അടിമകളോട് ചെയ്യുന്ന ഉടമ്പടിയാണ് വാസൽ കവനന്റ്. ഇനി നമ്മൾ ബൈബിളിലെ ഉടമ്പടികളിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇനി വായിക്കുകയുള്ളൂ, വാക്യം വായിക്കാൻ പറയുള്ളൂ. അപ്പം നിങ്ങൾ പറയണം അത് ഏത് ഉടമ്പടിയാണെന്ന്. എടുത്തോളൂ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം എടുത്തോളൂ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കണം. ലിൻസി, എൻ്റെ ബൈബിൾ ഞാൻ അവിടെ വായിച്ച് അവിടെ വെച്ചൊന്നുകൊണ്ട് ബൈബിളുള്ള എല്ലാവരും ബൈബിൾ എടുത്ത് വന്നാൽ നന്നായിരുന്നു കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. 1-2 പേര് ബൈബിളൊന്ന് വേഗം വായിച്ച് സഹായിച്ചോ. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീ നിന്റെ പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. ഞാൻ നിന്നോട്, ഉൽപ്പത്തി പുസ്തകം 6-18 പറഞ്ഞത്, ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യും. നീയും നിന്റെ സന്തതികൾ എവിടെ കടക്കണം? പെട്ടകത്തിനകത്ത് കടക്കണം. ഇനി 9-ാം അധ്യായത്തിലേക്ക് വന്നേ. നിങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വന്നേ. 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കുറേ കാര്യമുണ്ട്. അതിൻ്റെ 10-ാം വാക്യം 11-ാം വാക്യം വായിച്ച്. 10-ാം വാക്യം 11-ാം വാക്യം. ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിക്കുവാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. അപ്പൊ ഇത് ദൈവം നോഹ മുഖാന്തരം ഭൂമിയോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിൽ ഏതെങ്കിലും നിയമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ, ഡിമാൻഡുകൾ നോഹയോട് പറയുന്നുണ്ടോ? ഇല്ല. പറയുന്നില്ലെങ്കിൽ ഈ ഉടമ്പടി എന്ത് ഉടമ്പടിയാണ്? ഗ്രാൻഡ് കവനന്റ് ആണ്. ഓക്കെ, അപ്പോൾ നോഹയിക ഉടമ്പടി ഗ്രാൻഡ് കവനന്റ് ആകാൻ കാരണം ദൈവം നോഹയോട് വാക്തത്വം പറയുന്നു. അതിനകത്ത് ഡിമാൻഡുകളൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട്
ഈ ഉടമ്പടിയെ നമുക്ക് ഗ്രാൻഡ് കവനൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അബ്രഹാമിനോട് ചെയ്ത കവനന്റിലേക്ക് വരാം. അബ്രഹാമിനോട് ചെയ്ത കവനന്റ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് വന്നേ. നിങ്ങൾ 2-3 വാക്യങ്ങളിലേക്ക് വന്നേ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഈ വാക്യങ്ങളെ 3 പാർട്ടായിട്ട് തിരിക്കുന്നു. ഒന്ന്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ ഒരു വലിയ രാജ്യമാക്കും. 2, നിന്റെ പേര് ഞാൻ വലുതാക്കും. 3, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ യഹോവയാം ദൈവം അബ്രഹാമിനോട് പറയുന്ന വാഗ്ദത്തമാണ്. എന്നിട്ട് 15-ാം അധ്യായത്തിൽ യഹോവയാം ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതാണത്. അപ്പോൾ ആദ്യം തമ്പുരാൻ 15-ാം അധ്യായത്തിൽ വന്നിട്ട് പറഞ്ഞു, ദർശനത്തിൽ വന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. 2ാമത് ഈ ദേശം തരുമെന്ന് പറഞ്ഞു, ഈ ദേശം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം ചോദിച്ചു, അതിന് 7-ാം വാക്യം 7-8 വാക്യം വായിച്ച് പിന്നെ 17-ന്റെ 7-8 15-ന്റെ 7-8 പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാൻ ആകുന്നു എന്ന് അരുളി ചെയ്തു. അടുത്ത വാക്ക് കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്ന് ഉള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. അവനോട്, മതി അവിടെ അത്ര നിൽക്കട്ടെ. ഈ നമ്മുടെ ഏഞ്ചൽ വായിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഏഞ്ചല് ഈ നമ്മുടെ ലിനി സിസ്റ്റർ മലയാളം പറയുമ്പോഴും ഇതുപോലെ നല്ല രസമുണ്ട്. ഒരു ലിനി സിസ്റ്റർ പിന്നെ ഇപ്പോൾ പറഞ്ഞൊരു ഓർഡറിൽ വന്നു, ഒരു ഇംഗ്ലീഷ് ചോയിലാണ് ലിനി സിസ്റ്റർ മലയാളം പറയുക. ലിനി സിസ്റ്റർ ഒരു അനുജത്തി പോലെയുണ്ട്. ഇപ്പം ഏഞ്ചലിൻ്റെ മലയാളം ഒരു തമിഴ് ചോവയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. ഓക്കെ, ഇനി അതിൻ്റെ പുറത്ത് പോകണ്ട. ഞാൻ തിരിച്ചു വന്നപ്പോൾ കേട്ടപ്പോൾ ഒരു രസം തോന്നിയതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ല ബാക്കി എല്ലാവരും ഇനിയിപ്പോൾ തമിഴും ഏഞ്ചലിൻ്റെ ഇതും കേട്ട് പോകണ്ട. ഓക്കെ, ഇവിടെ ദേശം അവകാശമായി തരാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ചോദിച്ചു, അത് എന്തോന്നിനാൽ അറിയാം. അവിടെയാണ് ഉടമ്പടി വരുന്നത്. അപ്പോൾ ഇത്രയും കാലഘട്ടം കൊണ്ട് എന്തൊക്കെയുണ്ട്? ഏദൻ തോട്ടത്തെക്കുറിച്ച് നമുക്കറിയാം, ബാബേലിനെ കുറിച്ച് നമുക്കറിയാം, ജലപ്രളയത്തെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഇതിന് ശേഷമാണ് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകുന്നത്, ദൈവത്തിൻ്റെ ജനമായവർ മാറ്റപ്പെടുന്നത്, പൗരോഹിത്യം വരുന്നത്, ആലയം വരുന്നത്, യാഗങ്ങളുടെ വ്യവസ്ഥകൾ വരുന്നത്, ദൈവമായിട്ടുള്ള ബന്ധം വരുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്നത് അബ്രഹാമിനെ വിളിച്ച് ഇവരൊരു രാജ്യമാക്കിയതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ദൈവം അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്യുന്നു. അപ്പം ആ ഉടമ്പടിയിൽ ശ്രദ്ധിക്കുക, കേൾക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞു, കിങ്ഷിപ്പ് കവനൻ്റ് ആണെങ്കിൽ 2 പേര് ഒരുമിച്ച് ഒരു കരാറിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ കിങ്ഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, 17-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്ന് 17-ാം വാക്യത്തിലേക്ക് 25-ന്റെ 17-ാം വാക്യങ്ങളിലേക്ക് വന്ന് 15-ന്റെ 12-ലേക്ക് വന്ന് 15-ന്റെ 12. വേഗം എടുക്കണം കേട്ടോ, നമുക്ക് കുറച്ച് ഗൗരവമുള്ള കാര്യം പറയണം. പക്ഷെ അതിനു മുമ്പ് ഇത് ഗ്രാൻഡ് ആണെന്ന് തെളിയിക്കുകയാണ് നമ്മൾ. 15-ന്റെ 12. അപ്പൊ ഏഞ്ചൽ ഇനി വായിക്കൂലേ? നീ വായിച്ചു, കുഴപ്പമില്ല. അബ്രാമിനൊരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസം അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട് ദൈവം ഇത് സംസാരിക്കുന്നത് ഗാഢനിദ്രയിലാണ്, ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ അബ്രഹാം അവിടെ ഉറങ്ങുന്നതിന് മുമ്പ് മൃഗത്തെ പിളർത്തി വച്ചിരിക്കുന്നു. ഇനി അബ്രഹാം ഉറക്കത്തിൽ എന്താ കണ്ടത്? അതിൻ്റെ 16-17 വാക്യം വായിച്ച് 16-17 വാക്യം. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമൂര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അടുത്തത്, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം
ഇതാ പുകയുന്ന ഒരു തീച്ചൂള, ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അപ്പൊ യഹോവയാം ദൈവം ഒരു തീജ്വാല പോലെ ആ പിളർക്കപ്പെട്ട മൃഗങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ഇവിടെ ബാക്കി 18. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. കണ്ടോ? ഉൽപ്പത്തി 15-ന്റെ 17-18 ദൈവം ഉടമ്പടി ചെയ്യുന്നത്. അപ്പോൾ ആ ഉടമ്പടി ചെയ്തപ്പോ മൃഗങ്ങളുടെ നടുവിലൂടെ സാധാരണഗതിയിൽ 2 പേര് മടന്നു പോകണം. ഉടമ്പടിയിൽ കരാറിൽ ഭാഗവാക്കാകുന്ന 2 പേര് മടന്നു പോകണം. പക്ഷെ ഇവിടെ ഗാഠനിദ്രയ്ക്കകത്ത് ആര് മാത്രമേ കടന്നു പോകുന്നുള്ളൂ? നിങ്ങൾക്കിത് തലയിൽ കയറുന്ന ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്? എന്തോ അപ്പൊ യഹോവ മാത്രമാണ് കടന്നു പോകുന്നതെങ്കിൽ ഇത് ഏത് കവനന്റാണ്? അത് പറയാനായി പറഞ്ഞു വരുന്നേ. ഗ്രാൻഡ് കവനന്റ് ആണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ നോഹയുടെ കവനന്റും അബ്രഹാമിനോട് ചെയ്ത കവനന്റും ഗ്രാൻഡ് കവനന്റ് ആണ്. യഹോവയാം ദൈവം ഈ കാര്യം ചെയ്യുകയാണ്. അപ്പോൾ എന്തല്ല? കിൻഷിപ്പും അല്ല, വാസലുമല്ല. ഉൽപ്പത്തി 15 ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി. അപ്പൊ ആ ഉടമ്പടിക്കകത്ത് തമ്പുരാൻ പറഞ്ഞ വാക്തത്വം നോക്കൂ. 18 വാക്യം വായിച്ച് 18-19 ആ വാക്യം ഒന്ന് വായിച്ചു. 18 വാക്യം. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസ്യർ, കെദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വായിച്ചോ. അമോര്യർ, ഏതെങ്കിലും വാക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു അന്യഭാഷ ഒരു വാക്കായിട്ട് അങ്ങ് പറഞ്ഞു. യെബൂസിയർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുൾ ചെയ്തു. അപ്പൊ ഈ ഉടമ്പടി ചെയ്തപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞേ? ഈ ജനതകളുടെ ദേശത്തെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് തന്നിരിക്കുന്നു. 11 ജാതികളുള്ള 31 രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുവാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അപ്പോഴല്ലേ 12 വാക്തത്വം നിവർത്തിക്കപ്പെടണമെങ്കിൽ 18 ദേശം തരണ്ടേ? 12 എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഒരു രാഷ്ട്രമാക്കും, ഞാൻ നിന്നെ ഒരു ജാതിയാക്കും. അപ്പൊ 12 ജാതിയാക്കണമെങ്കിൽ രാഷ്ട്രം വേണ്ടേ? ഹലോ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ സഭ കർത്ത 1,00,000 വിശ്വാസികളുള്ള സഭയാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ ആ 1,00,000 വിശ്വാസികൾക്ക് ഇരിക്കാനുള്ള ഹാള് വേണ്ടേ? ഞാനീ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു രാഷ്ട്രമാക്കുമെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിനൊരു ദേശം വേണ്ടേ? ഉൽപ്പത്തി 12 അബ്രഹാം ഇത് കേട്ട് സ്തോത്രം പറഞ്ഞപ്പോൾ അബ്രഹാം ചിന്തിച്ചില്ല, എൻ്റെ പൊന്നെ, ഒരു രാജ്യമാകണമെങ്കിൽ, ഒരു രാഷ്ട്രമാകണമെങ്കിൽ അതിനൊരു ഭൂപ്രദേശം വേണ്ടേ? ഏത് ഭൂപ്രദേശം കിട്ടും? തമ്പുരാൻ പറഞ്ഞു, മോനെ, 11 ജാതികളും 31 രാജാക്കന്മാരും അധിവസിക്കുന്ന ഈ ദേശം ഞാൻ നിനക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. ഉടമ്പടിയിലൂടെ തമ്പുരാൻ ഇത് അബ്രഹാമിലേക്ക് കൈമാറിയതായി പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയാമോ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്ന ഈ ഭൂപ്രദേശം ഇന്നുവരെ അബ്രഹാമിന്റെ തലമുറയുടെ കയ്യിൽ വന്നിട്ടില്ല. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ സന്തതിയോട് ദൈവം തരുമെന്ന് പറഞ്ഞ ഫ്രാത്ത് നദി മുതൽ മഹാനദി വരെയുള്ള ഈ ദേശം മുഴുവൻ ഇന്ന് വരെ ഇസ്രായേലിന്റെ കയ്യിൽ വന്നിട്ടില്ല. തമ്പുരാൻ ഇത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നത് നടക്കാൻ പോണേ? നടക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാതി രാജാവായി അബ്രഹാമിന്റെ സന്തതിയായി അബ്രഹാമിന്റെ സന്തതിയുടെ കയ്യിൽ ഇത് തരാന്ന് പറഞ്ഞേക്കണേ, നിങ്ങളുടെ കയ്യിലല്ല. അപ്പൊ അബ്രഹാമിന്റെ സന്തതി വരാതെ ഈ ഭൂപ്രദേശം കിട്ടില്ല. അപ്പൊ അബ്രഹാമിന്റെ സന്തതി ആരാ? ക്രിസ്തുവാണ്. ആ ക്രിസ്തു രാജാവായിട്ട് ഇസ്രായേലിൽ സിംഹാസനമിട്ട് ഈ ഭൂമിയെ ഭരിക്കുന്ന സമയത്താണ് ഈ ഭൂപ്രദേശം മുഴുവൻ അബ്രഹാമിന്റെ സന്തതിയായ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത്.
നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് കിട്ടുന്ന വല്ല കാര്യമുണ്ടോ പാസ്റ്ററെ? അല്ലേ, എൻ്റെ പ്രശ്നം മാറാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കണേ. ഞാൻ നിങ്ങളോടൊരു സദ്വർത്തമാനം പറയാം. ഇത് അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തുവിലേക്ക് ഇത് കൈമാറുമ്പോൾ നിങ്ങളാണ് ഇത് ഭരിക്കാൻ പോകുന്നത്. പിന്നെ ഭരിക്കാൻ പോകുന്നു, വേറെ പണിയൊന്നുമില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഭരിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി, മഹാരാജാവിൻ്റെ പട്ടമകർഷിയായി നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് ഈ ഭൂമിയെ യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് ഭരിക്കും. കൃപ. ഒരാളുടെ കൈ പൊന്തിയൊരു സ്തോത്രം പറഞ്ഞു. അത് റീത്ത സിസ്റ്റർ ഇനി അറിയാതെ എങ്ങാനും പൊക്കിയതാണ്, കൊതുകെങ്ങാനും വന്ന് അതിനെ കൊട്ടാൻ വേണ്ടി. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി 1000 ആണ്ട് യെരൂശലേം ആസ്ഥാനമാക്കി ഈ ഭൂപ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഭരിക്കും. അപ്പൊ ഇത് ആണ് അബ്രഹാമോട് പറഞ്ഞ വാക്തത്വം. അപ്പൊ ആ വാക്തത്വത്തിനകത്ത് നിങ്ങളുണ്ടോ? ഇത് എന്താ ഞാൻ ഈ തെളിച്ച് പറഞ്ഞു കൊണ്ടിരുന്നത് മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാമിനോട് പറഞ്ഞ എവർലാസ്റ്റിംഗ് കവനന്റിനകത്ത് നിങ്ങളും ഭാഗവാക്കുകളാണ്. ആരായിട്ട്? അബ്രഹാമിന്റെ സന്തതിയായ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയായി നിങ്ങളെ കർത്താവ് അവകാശികളാക്കി വെച്ചത് കാണാൻ കരുത്തു കിട്ടുന്നെങ്കിൽ ഒരു ആമേൻ കർത്താവിന് പറഞ്ഞുതരും. ഒരു ആമേൻ കർത്താവിന് പറഞ്ഞുതരും. ഒരു ആമേനെ കരമുയർത്തി ഒന്ന് പറഞ്ഞുതരും കർത്താവിന്. ഈ ആൾക്കാർ ചോദിക്കാറുണ്ടേ, പെന്തക്കോസി വന്നിട്ട് എന്താ കിട്ടിയേ? നിനക്ക് എന്ത് കിട്ടി? ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയെന്നറിയാവോ? നിങ്ങൾക്കിപ്പോൾ എന്ത് കിട്ടിയാലും എനിക്ക് കിട്ടിയതിൻ്റെ അത്ര ആകുകയില്ല. എന്നെ കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്ഞിയായിട്ടാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. വിശ്വാസമൊന്നും വരുന്നില്ല, എന്നാലും വെറുതെ കൈപൊക്കി ഒരു ആമേൻ പറഞ്ഞാൽ. വിശ്വാസമൊന്നും മുഖത്ത് ഒരു ലേബലേശ എനിക്ക് കാണാനില്ല, എന്നാലും ഒരു ആമേൻ പറഞ്ഞൊരു സ്തോത്രം 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 സ്തോത്രം. തുറന്നു വരും. നിങ്ങൾ പേടിക്കണ്ട, ഇത് പറഞ്ഞു വരുമ്പം ഞാനിത്. അപ്പം ഇവിടുത്തെ എൻ്റെ ചോദ്യം, ഇതിന് അബ്രഹാം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞോ? അബ്രഹാമിൻ്റെ പ്രവൃത്തിയാലാണോ ഇത് കിട്ടുന്നത്? നിങ്ങൾ ഹോസ്റ്റായിരിക്കുന്നവരൊന്ന്, എനിക്കറിയില്ല ആരൊക്കെയാണ് ഹോസ്റ്റെന്ന്, ഒന്ന് വരുന്നവരൊന്ന് ആഡ് ചെയ്തേക്കണേ. ഓക്കെ, ഞാനിതൊന്നും നോക്കുന്നില്ല. ലിൻസിയാണ് ഇതിൻ്റെയൊക്കെ ആള്. ചില നേരത്തിൽ ലിൻസി ചായ വയ്ക്കാൻ പോകുമ്പോഴാണ് ഞാൻ വരുന്ന ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. ഓക്കെ, ലിനി സിസ്റ്റർ ജോലിയിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ 3-4 പേരെ അങ്ങ് ആക്കി വെച്ചേരെ. സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഷാലോമിലെ സൂം മീറ്റിങ്ങിലെ ഹോസ്റ്റായിട്ടിരിക്കുക എന്നുള്ളത്. ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയിരിക്കാവേ. ഞാൻ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരെയും അത്യാവശ്യം കമ്പ്യൂട്ടറായിട്ട് പരിചയമുണ്ടെന്ന് തോന്നുന്നവരെയൊക്കെ ഞാൻ അങ്ങ് ആഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ആരെല്ലാം ആക്കിയില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഇനി പിണങ്ങൊന്നും ചെയ്യരുത് കേട്ടോ. ദൈവരാജ്യത്തിൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകുകയെ. ഓക്കെ, ഒരു പിടുത്തമില്ല. ഇപ്പോൾ ആരൊക്കെ ഹോസ്റ്റായിരിക്കുന്നത്, എല്ലാവരും ഹോസ്റ്റായിരിക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞ അത് മറന്നുപോയി. ഞാനിപ്പോൾ 2-3 പേര് അവിടെ വന്ന് കിടക്കുന്ന കണ്ടു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചിന്തയിൽ നിന്ന് അത് പോയി. ഞാൻ എഴുതി വെച്ചൊരു പഠനമല്ല ഈ പറയുന്നത്. എൻ്റെ നോട്ടുണ്ട്, പക്ഷെ ഞാൻ ദൈവാത്മാവ് എനിക്ക് തരുന്നൊരു റൂട്ടിലാണ് ഇത് പറഞ്ഞു വരുന്നത്. എന്താ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞേ? മണവാട്ടിയായി അബ്രഹാം മണവാട്ടിയായിട്ട് 1000 ആണ്ട് യെരൂശലേമിലെ ആസ്ഥാനത്ത് നമ്മൾ ഭരിക്കും. അപ്പം ഈ ചില ആൾക്കാർ അത് പറഞ്ഞാൽ മതി. ചില ആൾക്കാർ ചോദിക്കും, പെന്തക്കോസ്തിൽപ്പെട്ട് എന്താ കിട്ടിയേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്താ കിട്ടിയേ? നമ്മുടെ അകത്തൊരു ചിന്തയുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ കൂടെ പഠിച്ചവർ, അവരൊക്കെ എവിടെയൊക്കെ പോയി. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. നിങ്ങൾ കിങ്ഡം റിസോഴ്സസുകൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അനുഭവിക്കുന്നതും മറ്റുള്ളവർ അനുഭവിക്കുന്നതുമായി ഒരിക്കലും നിങ്ങൾ തുലനം ചെയ്യരുത്. ദൈവം അതത് സമയത്ത് തുറക്കും. ഇനി തുറന്നില്ലേലും വിശ്വാസത്തിൽ നിങ്ങൾ ജീവിച്ചോളാം. എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ എന്താ കാണിക്കുന്നത്? 35 വാക്യത്തിൽ എൻ്റെ കർത്താവ് വിശ്വാസത്താൽ അവർ ആദ്യം ചെയ്തു, പെട്ടകം പണിതു, വിശ്വാസത്താൽ അവർ മരിച്ചവരെ ഉയർപ്പിച്ചു, വിശ്വാസത്താൽ യാഗമർപ്പിച്ചു, വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടു, വിശ്വാസത്താൽ മരണം കാണാതെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. ഇതൊക്കെ പറഞ്ഞ് വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു, വിശ്വാസത്താൽ അവർ നോക്കി രാജ്യങ്ങളെ അവകാശമാക്കി. ഇതെല്ലാം പറഞ്ഞിട്ട് 35 വാക്യം പറഞ്ഞപ്പം എല്ലാം വിശ്വാസത്തെ കിട്ടിയ കാര്യം പറഞ്ഞു.
35 വാക്യം കിട്ടിയ പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ചിലർ ഇതേ വിശ്വാസത്താൽ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ, ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റു. ചിലർ ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, ചിലർ ചമ്മട്ടി കൊണ്ട് അടിയേറ്റു, ചിലർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ, സഹോദരിമാർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ചിലർ പലരവിടെ ഉദ്ധാരണം കൂടാതെ, വിടുതലില്ലാതെ വിശ്വാസത്താൽ സഹിച്ചു. എന്നിട്ട് പൗലോസോടെ പറഞ്ഞൊരു പദമുണ്ട്, അടുത്ത വാക്കവിടെ ശ്രദ്ധേയമാണ്. പൗലോസോടെ പറയുകയാണ്, അവർ നല്ല ഒരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റു. അപ്പൊ നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിൽ മാത്രമല്ല കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ കഠിനമായ ശോധനകളുടെ അകത്തുകൂടെ, ഏകാന്തതകളുടെ അകത്തുകൂടെ പ്രാർത്ഥിച്ചിട്ട് കൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഭയങ്കര വിടുതൽ നടക്കുന്നു, നിങ്ങൾക്കൊരു വിടുതൽ ഉണ്ടാകുന്നില്ല. വിശ്വാസത്തിന് 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന് വിശ്വാസത്താൽ നേടുന്നതാണ്, മറ്റൊന്ന് വിശ്വാസത്താൽ സഹിക്കുന്നതാണ്. വിശ്വാസത്താൽ നേടുന്നവർ ഈ ഭൂമിയിൽ അതിനെ പ്രതിഫലിപ്പിച്ചു കൊണ്ടിരിക്കും. വിശ്വാസത്താൽ കൊടുക്കുന്നവർ നിത്യതയിൽ കർത്താവിനോടുകൂടെ മഹത്വധാരികളായി തേജസ്സിന്റെ പ്രഭയുടെ മഹത്വത്തോടെ അവർ വിളങ്ങുന്നവരായിരിക്കും. ബൈബിൾ പറയുന്നു, നക്ഷത്രങ്ങളെക്കാൾ നിങ്ങൾ ശോഭിക്കുന്നവരായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ വളർച്ചയെ നിങ്ങൾ അളക്കേണ്ടത് ഇവിടെ കിട്ടുന്ന ഈ അനുഗ്രഹത്തോടുള്ള ബന്ധത്തിലല്ല. ഒരാമയും പറയൂ, അതിന് ഒരാമേനൊന്ന് ഒരു സന്തോഷത്തോട് രാമ്യം പറഞ്ഞ്, സന്തോഷത്തോട് രാമ്യം പറഞ്ഞ്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ പരുവപ്പെടുത്തി വേണം ഇപ്പോൾ തുറക്കാൻ. ഓക്കെ, അത് ഞാൻ എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിപ്പിച്ചു വരുമ്പോൾ പഠിപ്പിക്കാറുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നില്ല, കാരണം ഞാൻ എൻ്റെ വിഷയം ഇപ്പോൾ എബ്രായ ലേഖനം 11 അപ്പൊ 15-ാം അധ്യായത്തിൽ സന്തതിയെ തരാമെന്നും ദേശം തരാമെന്നും ദൈവം ഉടമ്പടി ചെയ്യുന്നു. ബൈബിൾ നോക്കാതെ ആരിലും പറഞ്ഞ് 16-ാം അധ്യായത്തിൽ തമ്പുരാൻ അബ്രഹാം എവിടെ പോയി? അബ്രഹാം ചെയ്ത പ്രശ്നം പറയാമോ? എനിക്കൊരു മിനിറ്റ് റെസ്റ്റ് കിട്ടട്ടെ. 16-ാം അധ്യായത്തിൽ അബ്രഹാം എന്തോ പരിപാടി ഒപ്പിച്ചു? മിസ്രൈമിലേക്ക് പോയി, ദൈവം പറഞ്ഞ കേൾക്കാതെ. ഹാഗാറിന്റെ അടുത്തോട്ട്. അത് വരട്ടെ. അപ്പൊ സന്തതിയെ തരാമെന്ന് പറഞ്ഞു, ദേശം തരാമെന്ന് പറഞ്ഞു. 15-ാം അധ്യായത്തിൽ ഉടമ്പടിയൊക്കെ നടന്ന ഭയങ്കര ആമേനും പ്രൈസ്തലോർക്കൊക്കെയായിരുന്നു. 16-ാം അധ്യായത്തിൽ വീട്ടിൽ ചെന്നപ്പോൾ സാറാമിച്ച് പറഞ്ഞു, അച്ചായ അതെ ഈ പറഞ്ഞതൊക്കെ കൊള്ളാം, കവനന്റും കൊള്ളാം, വെളിപ്പാടും കൊള്ളാം, വീട്ടിൽ കൊച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇനി തമ്പുരാൻ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക വിഷമിച്ചിരിക്കണം, ഞാനൊരു വഴി പറഞ്ഞു തരാം. സത്യത്തിൽ ദൈവത്തിന്റെ വാക്കിനെ അവിശ്വസിച്ചല്ലേ അബ്രഹാം സാറയുടെ അടുക്ക പോയത്? നിങ്ങൾ മിണ്ടുകല. ദൈവം പറഞ്ഞ വാക്തത്വത്തിന് വിരോധമല്ലേ സാറയുടെ അടുക്ക പോയത്? ഹാഗാറിന്റെ അടുക്ക പോയത്. സോറി മാഡം, താങ്ക് യു റീന ഡോക്ടറെ. ഓക്കെ, തെറ്റിപ്പോയി, സോറി. അപ്പം ഹാഗാറിന്റെ അടുക്കൽ പോയത് 15-ലെ കവനന്റിന് വിരോധമല്ലേ? 16-ൽ ദൈവത്തിന്റെ ഉടമ്പടി, 16-ൽ പക്കാജടിയൻ. ശരിയായോ? രാത്രി 8 തൊട്ട് 9 വരെ പക്ക കവനന്റിന്റെ ആൾക്കാര്, 9:30 കഴിഞ്ഞാൽ പക്കാ ചെടിയന്മാര്. നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാകട്ടെ. പക്ഷെ തമ്പുരാൻ പറയുകയാണേ, മോനെ അബ്രഹാമേ, നീയെ ആരെ അടുക്ക പോയാലും എനിക്ക് 15 പറഞ്ഞ വാക്തത്വത്തിൽ നിന്നും കവനന്റിൽ നിന്നും എനിക്ക് പോകാൻ പറ്റില്ലടാ കൂട്ടാ. കാരണം കവനന്റിൽ നീ എൻ്റെ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി നടന്നിട്ടില്ല. ഞാനാ ബീജ്വാലയുടെ മടിവിക്കൂടെ നടന്നേ. അതുകൊണ്ട് നീ ആകാറിൻ്റെ അടുക്കലല്ല, നീ ഏതായാലും ഒരുത്തിയുടെ അടുത്ത് പോയി നിർത്തി നന്നായി. നീ ആരുടെ അടുക്കലൊക്കെ പോയാലും എനിക്ക് ഉടമ്പടിയിൽ നിന്ന് മാറാൻ പറ്റില്ല. ഒരാമ്യം പറയൂ കർത്താവിന്, ഒരാമ്യം പറയൂ. ഉടമ്പടിയുടെ ദൈവം നിങ്ങളുടെ സ്വഭാവത്തിലല്ല പ്രവർത്തിക്കുന്നത്. ഉടമ്പടിയുടെ ദൈവം പ്രവർത്തിക്കുന്നത് അവന്റെ വിശ്വസ്തതയിലാണ്. ഒരാമ്യം പറയതിന്, ഒരാമ്യം ശക്തിയോടെ പറവിന്. ഉടമ്പടിയുടെ ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ചല്ല. ഉടമ്പടി ദൈവം പ്രവർത്തിക്കുന്നത് അവന്റെ വിശ്വസ്തതയിൽ നിന്നുകൊണ്ടാണ്. അത് നിങ്ങളുടെ മനസ്സിനകത്തൊന്ന് പതിയാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അകത്തൊന്ന് വെളിപ്പാടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 15-ാം അധ്യായത്തിൽ ഉടമ്പടി ചെയ്ത ദൈവം 16-ാം അധ്യായത്തിൽ ഹാഗാറിന്റെ അടുക്കൽ പോയ അബ്രഹാമിനോട് അവനെ വലിച്ചു കീറുകയോ അവനെ തകർക്കുകയോ അവനെ അവസാനിപ്പിക്കുകയോ അല്ല ചെയ്തത്. വീണ്ടും അവനോട് ഉടമ്പടിയുടെ അടയാളം അവന്റെ മേൽ ചുമത്തേണ്ടവന് 13 വർഷം ദൈവം അവനെ കാത്തിരിക്കുകയാണ്.
ഒന്ന് നന്ദി പറയണ്ടേ? നമുക്ക് അവിടെ ഒന്ന് നന്ദി പറയണ്ടേ? നമ്മുടെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതകളും നമ്മുടെ അവസ്ഥകളും ഒക്കെ അറിയാവുന്ന കർത്താവ്, അവൻ വിശ്വസ്തനായി നിന്റെ കൂടെ ഇരിക്കുന്നു. ഗ്രാൻഡ് കവനന്റ് നിന്നോട് ചെയ്തിരിക്കുന്ന ദൈവം, ഗ്രാൻഡ് കവനന്റിന്റെ ഭാഗമാക്കിയിരിക്കുന്ന ദൈവം നിന്റെ അവിശ്വസ്തതകളെ കണ്ടുകൊണ്ട് നിന്നെ വലിച്ചു കീറുന്നവനല്ല. നിന്നിലേക്ക് അവൻ അവന്റെ വിശ്വസ്തയുടെ കരവുമായി ഇറങ്ങി വന്ന് നിന്നെ പണിപെടുത്ത് അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന് അവൻ നിന്നെ ഉപയോഗിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ഒരു മിനിറ്റ് നന്ദി പറയാമെങ്കിൽ ഒന്ന് പറഞ്ഞ കർത്താവിന്. ഒന്ന് കരം പറ്റി നന്ദി പറയാമെങ്കിൽ പറഞ്ഞു. ഒന്ന് കരം പറ്റി നന്ദി പറയാമെങ്കിൽ പറഞ്ഞു. ഹാഗാറേ, ഹാഗാറേ, ഓ അബ്രഹാമേ, നീ ഹാഗാറിന്റെ അടുക്കൽ പോയതിനാൽ എനിക്ക് എന്റെ കവനന്റിൽ നിന്ന് മാറാൻ പറ്റില്ല. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. പക്ഷെ ഒരൊറ്റ കാര്യം ഉണ്ടായി. ഏകദേശം ഈ കാലക്കണക്കൊന്നും ഞാൻ ഇപ്പം നോക്കിയിട്ടല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ കാലക്കണക്കിൽ 13 വർഷത്തോളം ദൈവം നിശബ്ദനായിരുന്നു. ദൈവം നിശബ്ദനായിരുന്നു. അപ്പൊ ഹാഗാറിന്റെ അടുക്കൽ പോയത് കൊണ്ടോ അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയത് കൊണ്ടോ ദൈവ ഉടമ്പടിയിൽ നിന്ന് മാറുകയില്ല കേട്ടോ. ദൈവ ഉടമ്പടിയിൽ നിന്ന് മാറുകയില്ല. 17-ാം അധ്യായത്തിൽ തമ്പുരാൻ ഇറങ്ങി വന്നു. 17-ാം അധ്യായത്തിൽ തമ്പുരാൻ ഇറങ്ങി വന്നു. തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് 17-ന്റെ 4, 9, 10 വായിച്ച് പെട്ടെന്നൊരാൾ വായിച്ചു തരണേ. പെട്ടെന്നൊരാൾ വായിക്കണം. 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 9-ാം വാക്യം, 10-ാം വാക്യം. വേഗം വേഗം. നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. നോക്കൂ. എനിക്ക് നിന്നോട് ഒരു ഉടമ്പടിയുണ്ട്. എനിക്ക് നിന്നോട് ഒരു ഉടമ്പടിയുണ്ട്. 4-ാം വാക്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിന്നോടൊരു ഉടമ്പടിയുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. കേൾക്കുന്നുണ്ടോ? ഒരു കുറച്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ കർത്താവ് സാറയെ മാത്രം തൊട്ടാൽ മതിയായിരുന്നു. ഇപ്പൊ രണ്ടുപേരെയും പ്രശ്നമായി. സാറയുടെ ഗർഭപാത്രം നിർജീവം, അബ്രഹാമിന്റെ ശരീരം പ്രതികരിക്കാത്ത ശരീരമായി മാറി. മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതികരിക്കാത്ത ശരീരവും നിർജീവമായി പോയ ഗർഭപാത്രവും. ഉടമ്പടിയുടെ ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല കേട്ടോ. ഉടമ്പടിയുടെ ദൈവത്തിന് നിന്റെ സാവകാശങ്ങളോ സാധ്യതകളോ നിന്റെ പഠനമോ നിന്റെ കഴിവോ നിന്റെ പ്രാപ്തിയോ നിന്റെ അവസ്ഥകളോ ഒന്നും അവന് വിഷയമല്ല. ഉടമ്പടിയുടെ ദൈവം പ്രവർത്തിക്കുന്നത് ശരീരത്തിന്റെ ബേസിലോ ഗർഭപാത്രത്തിന്റെ ജീവന്റെ അവസ്ഥയിൽ ഒന്നുമല്ല. ഉടമ്പടിയുടെ ദൈവം പ്രവർത്തിക്കുന്നത് അവന്റെ ശക്തിയിലാണ് കേട്ടോ. ശക്തിയിലാണ്. അവനെ നാമ്യം പറഞ്ഞത് കേട്ടോ. ഇത് വെറുമൊരു പഠനമായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അകത്ത് കർത്താവ് ഇത് തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ചെയ്ത ഉടമ്പടി സത്യമാണെങ്കിൽ, കാൽവരിൽ നടന്ന ഉടമ്പടി സത്യമാണെങ്കിൽ, അതിന്റെ റിസൾട്ടുകൾ ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവ് തുറന്നിരിക്കും. അവൻ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. റാഭ ലെഖേനി ആംദരോജിനി ലാംദൽ കോഷിബിനി ഹൗഷസ്കനാദിര പ്രൗഢമനഘടകദനം. പൗലോസ് കർത്താവ് അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, എനിക്ക് നിന്നോടൊരു ഉടമ്പടിയുണ്ട്. ഇനി അവന്റെ 9-10 വാക്യം വായിച്ചു മോളെ. 9-10 വാക്യം വായിച്ചേ. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആണിത്. നിങ്ങളിൽ പുരുഷ പ്രജ്ഞ ഒക്കെയും പരിച്ഛേദന ഏൽക്കണം. നിൽക്കട്ടെ, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണിത്. ഇവിടെ തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിട്ട് നിന്റെ സന്തതികൾ മുഴുവൻ പരിച്ഛേദനയാക്കണം. നിന്റെ കുടുംബത്തിലെ സകലരും പരിച്ഛേദനയാക്കണം. അപ്പം നമ്മളിതിനെ റൂട്ട് തിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ദൂതുകളായി പോകുന്നുണ്ടെങ്കിൽ ഞാൻ ദൂതുകളിൽ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ആശ്വാസവും ബലവും ഉണ്ടാകുന്ന ദൂതുകളിൽ കൂടെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളെ പണിയാൻ കഴിയുന്നത് ട്രൂത്തുകളിൽ കൂടെയാണ്. അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പം 12-ാം അധ്യായത്തിൽ വാക്തത്വം ചെയ്ത ദൈവം, 15-ാം അധ്യായത്തിൽ ഉടമ്പടി ചെയ്ത ദൈവം, 16-ാം അധ്യായത്തിൽ ഉടമ്പടിയിൽ വിശ്വസിക്കാതെ ജഡത്തിൽ ആശ്രയിച്ച അബ്രഹാം, 17-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്ന് ഉടമ്പടിയുടെ അടയാളം വിശ്വാസത്താൽ വഹിക്കുവാൻ ആവശ്യപ്പെട്ട ദൈവം. കേൾക്കണം, ശ്രദ്ധിച്ചെൻ്റെ കൂടെ വരണം. ഉടമ്പടിയുടെ അനുഗ്രഹം
നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിലുള്ള ആശ്രയത്തിലല്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രാൻഡ് കവനന്റിലുള്ള അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ആശ്രയിക്കുന്നതിനാലല്ല, എന്നാൽ നിങ്ങളിൽ നിന്ന് വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണം. ഞാൻ എങ്ങനെ അത് വിശദീകരിക്കും? രണ്ടും രണ്ടാണ്. ഉടമ്പടിയുടെ അനുഗ്രഹം വെളിപ്പെടുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാലാണെന്ന് ചിന്തിച്ച് നിങ്ങൾ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാലല്ല, പരിശ്രമത്താലല്ല നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നത്. പക്ഷെ കവനന്റിലുള്ള വിശ്വാസത്താൽ ഉടമ്പടിയുടെ അടയാളമായി നിങ്ങൾ പരിച്ഛേദന ഏൽക്കുമ്പോൾ ആ പരിച്ഛേദന ഉടമ്പടിയുടെ അനുഗ്രഹത്തിന്റെ ഭവനത്തിൽ തുറക്കുന്ന വാതിലായി മാറുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതോ ഇനി ഞാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം തപ്പി പറയണോ? രണ്ടും രണ്ടാണ്. നീതീകരിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രവൃത്തി ചെയ്യുന്നതും നീതീകരിക്കപ്പെട്ടവന്റെ പ്രവൃത്തിയും, നീതിമാനാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നതും നീതിമാന്റെ പ്രവൃത്തിയും രണ്ടും രണ്ടാണോ? രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടാണ്. ഇതുപോലെ നിങ്ങളുടെ പ്രവൃത്തിയാലല്ല നിങ്ങൾ അബ്രഹാമിന്മേലുള്ള അനുഗ്രഹം, വാഗ്ദത്തത്താൽ ഉടമ്പടിയുടെ അനുഗ്രഹം അനുഭവിക്കുന്നത്, മറിച്ച് ഉടമ്പടിയിൽ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ ദൈവം പറഞ്ഞ പരിച്ഛേദന നിങ്ങളുടെ ജീവിതത്തിൽ അടയാളമായി നിങ്ങൾ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അനുഭവമായി പരിച്ഛേദന അടയാളമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഉടമ്പടിയുടെ അടയാളം നിങ്ങളുടെ മേൽ വരികയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്നും, ക്ലിയർ ആയില്ലെങ്കിൽ ക്ലിയർ ആയില്ലെന്നും ഒന്നുകൂടെ പറഞ്ഞു. എനിക്ക് തന്നെ ഒരു ചെറിയ സംശയം, ക്ലിയർ ആയോ എന്ന്. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച്, ഞാൻ പറഞ്ഞു വന്നത് അബ്രഹാമിൻ്റെ കാര്യം, ഓക്കെ, പരിച്ഛേദന്റെ കാര്യം. പ്രവൃത്തിയിൽ ആശ്രയിച്ച് പരിശ്രമത്താൽ പ്രവർത്തിച്ചല്ല ഉടമ്പടിയുടെ അനുഗ്രഹം നമ്മുടെ മേൽ വരുന്നത്. അനുഗ്രഹം വരാൻ വേണ്ടി പരിശ്രമിച്ച് പ്രവർത്തിക്കുന്ന പ്രവൃത്തി വേറെയാണ്. എന്നാൽ ഒരു വ്യക്തി വിശ്വസിച്ചുകൊണ്ട്, അതെന്താ ലിൻസി എന്നെ പിടിച്ചു മാറ്റി നിങ്ങൾ ലിൻസിയൊക്കെ ഹോസ്റ്റാക്കി വെച്ചല്ല? ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന വഴിക്ക് ഞാൻ വിട്ടുപോയി. എവിടെയാണ് പറഞ്ഞപ്പം എന്ത് പറഞ്ഞു? ലിനി സിസ്റ്റർ ചോദിച്ച ചോദ്യം അല്ലേ? ഇപ്പം രണ്ടും രണ്ടാണ്. ഒന്ന്, അനുഗ്രഹം അനുഭവിക്കാനായിട്ട് ഞാൻ പരിശ്രമത്താൽ പ്രവർത്തിക്കുന്നതും ഉടമ്പടിയുടെ വെളിപ്പാടിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നു, രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ ഒന്നുകൂടെ ഒരു 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 ഉദാഹരണം പറയും, മനസ്സിലാകും. ഞാൻ ഈ നീതിയുടെ ക്ലാസ് എടുത്ത് പറഞ്ഞിരുന്നു, വിശ്വാസത്താലാണ് നമ്മൾ നീതിമാനാകുന്നത്. ശരിയാണല്ലോ, വിശ്വാസത്താലാണ് നീതിമാനാകുന്നത്. എന്നാൽ നീതിമാന്റെ വിശ്വാസവും വിശ്വാസത്താൽ ഞാൻ നീതിമാനാകുന്ന വിശ്വാസം രണ്ടും രണ്ടാണോ? രണ്ടും ഒന്നാണോ? പാപിയായ ഞാൻ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താൽ. അപ്പൊ ഞാൻ ആ വിശ്വാസം വരുന്ന സമയത്ത് ഞാൻ ആരായിരുന്നു? പാപിയായിരുന്നു. പാപിയായ ഞാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അപ്പൊ ഇനിയിപ്പോ ഞാൻ നീതിമാനായ എന്നുള്ള ബോധം വരുമ്പോഴോ നീതിമാന്റെ വിശ്വാസം എങ്ങനെയായിരിക്കും? നീതിമാന്റെ വിശ്വാസം ദൈവമായിട്ടുള്ള റൈറ്റിൽ നിന്നുകൊണ്ടുള്ള വിശ്വാസമല്ലേ? ഏത് കടലിന്റെ നടുവിലും ഏത് തിരമാലയുടെ നടുവിലും അമരം തലയണിയായി വെച്ച് കിടന്നുറങ്ങുവാൻ കരുത്തുള്ള വിശ്വാസമല്ലേ നീതിമാന്റെ വിശ്വാസം? അപ്പൊ വിശ്വാസം രണ്ട് തലത്തിലുണ്ട്.
ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായി എന്നോട് വഹിക്കാൻ പറഞ്ഞ പരിച്ഛേദന എൻ്റെ ശരീരത്തിൽ വഹിക്കുന്ന പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. ഒന്ന്, വിശ്വാസത്തിൻ്റെ അടയാളമായി ഞാൻ പരിച്ഛേദന എൻ്റെ അവയവത്തിൽ, എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. ഞാനത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ ക്ലാരിഫിക്കേഷൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തികളിൽ ആശ്രയിക്കുന്നു. രണ്ടും രണ്ടാണ്. ലിനി സിസ്റ്റർ അവിടെ ജോലിയുടെ ഇടയിൽ നിന്നാണ് കയറുന്നത്. ഓക്കെ, ഞാൻ താഴേക്ക് ഇറങ്ങി വരുന്നു. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. കർത്താവേ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ഓക്കെ. ഇനി അപ്പം ഇവിടെ ഉടമ്പടിയുടെ അടയാളമാണ് എന്ത്? പരിച്ഛേദന. ഒന്ന് മിണ്ടിക്കോ. ഉടമ്പടിയുടെ അടയാളമാണ് എന്ത്? പരിച്ഛേദന. അപ്പൊ പുതിയ ഉടമ്പടിക്ക് അടയാളം ഉണ്ടോ? വിശ്വാസം. ന്യൂ കവനന്റിന് അടയാളം ഉണ്ടോ? അതേത് അടയാളം? പുതിയ ഉടമ്പടിക്ക് ഇത് തന്നെയാണ് അടയാളം. പരിച്ഛേദന തന്നെയാണ് അടയാളം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യം വായിച്ച്. അവസാനത്തെ 2 വാക്യം വേഗം 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 എടുത്തു, അല്ല ഇത് എവിടെ എത്തില്ല. എനിക്ക് അടുത്തന്റെ അടുത്ത് അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. അല്ല, 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യം. പുറമേ യഹൂദനായവനല്ല യഹൂദൻ. പുറമേ യഹൂദനായവൻ അല്ല യഹൂദൻ. പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അപ്പൊ പഴയ നിയമത്തിലെ പരിച്ഛേദന അത് ജഡത്തിലായിരുന്നു, അത് ശരീരത്തിലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ പരിച്ഛേദന എവിടെയല്ല? അത് ജഡത്തിലല്ല, അത് ആത്മാവിനാൽ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനയാണ്. അപ്പൊ പുതിയ ഉടമ്പടിയിൽ പരിച്ഛേദന ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ പരിച്ഛേദന, അപ്പൊ 2 പഴയ നിയമത്തിലും എന്താ പറയുക, അബ്രഹാമിന്റെ ഉടമ്പടിയിലും പരിച്ഛേദനയുണ്ട്, അടയാളമുണ്ട്. പുതിയ നിയമത്തിലും പരിച്ഛേദനയുണ്ട്, പുതിയ ഉടമ്പടിയിലും പരിച്ഛേദനയുണ്ട്. ഇനി നമുക്ക് ആ പരിച്ഛേദന എന്താണെന്ന് നോക്കാം. കൊലോസ് ലേഖനത്തിലേക്ക് നിങ്ങൾ വന്നേ. അവിടെ റോമാലേഖനം വായിക്കുമ്പോൾ നമുക്ക് ഹൃദയ പരിച്ഛേദന എന്നേ കാണാൻ പറ്റുന്നുള്ളൂ. കൊലോസ്യർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. 11-ാം വാക്യത്തിലേക്ക് 10-11 വാക്യം വായിച്ചേ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ 10-ാം വാക്യം കൊണ്ട് വായിച്ചപ്പോൾ 9-ാം വാക്യം തൊട്ട് അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പം പുതിയ നിയമത്തിൽ പുതിയ കവനന്റിൽ പരിച്ഛേദന ഉണ്ടോ? ഉണ്ടോ? അപ്പം അബ്രഹാമിനോട് 15-ാം അധ്യായത്തിൽ ചെയ്ത ഉടമ്പടിയുടെ വാക്തത്വം അബ്രഹാമിന്റെ കുടുംബത്തിൽ ജനിക്കണമെങ്കിൽ എന്ത് നടക്കണം? പരിച്ഛേദനം അടക്കണം. പരിച്ഛേദനം അടക്കുന്ന അധ്യായം ഏതാണ്? 17ആണ്. പുതിയ ഉടമ്പടിയുടെ നിയമകർത്താവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പുതിയ ഉടമ്പടിയുടെ ഇനാഗുറേഷൻ നടന്നു. അപ്പൊ ആ ഉടമ്പടിയുടെ ഭാഗമായ ഞാൻ അതിനകത്തുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നു, എന്നോട് പരിച്ഛേദന ഏൽക്കണം. ആ പരിച്ഛേദന ഉടമ്പടിയുടെ അടയാളമാണ്. അത് ഞാൻ വിശ്വാസത്താൽ അനുഭവിക്കേണ്ടതാണ്. അത് എങ്ങനെയാണ് വെളിപ്പെടുന്നത്? 9-ാം വാക്യം, അവനിലല്ലോ
ഈ ഹോസ്റ്റ് ആരെങ്കിലും നിങ്ങളിതിനകത്ത് ഇത് മാറ്റുന്നുണ്ടോ? ഞാനിത് സ്പോട്ട്ലൈറ്റ് ചെയ്ത് എങ്ങനെയാണ് മാറിപ്പോകുന്നത്? ഓക്കെ ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ അത് കട്ടായി പോകുന്നു. തന്നെ മാറുന്നതല്ല, ഞാൻ സ്പോട്ട്ലൈറ്റ് ചെയ്ത് തന്നെ മാറുകയല്ല. മൊബൈൽ ആരും പിള്ളേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു പോകുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പരിച്ഛേദന. അപ്പൊ ജഡശരീരം ഉരിഞ്ഞു പോകുന്നത് എങ്ങനെയാ? നിങ്ങളുടെ പ്രവൃത്തിയാൽ ഉരിഞ്ഞു കളയിപ്പിക്കുമോ അതോ വിശ്വാസത്താൽ ഉരിഞ്ഞു പോകുമോ? ഇവിടെ വിഷയം. നിങ്ങൾ ആത്മീകമായി വളരുന്നത്, ആത്മസ്വഭാവത്തിലേക്ക് എത്തുന്നത് പ്രവൃത്തിയിൽ ആശ്രയിച്ചിട്ടാണോ അതോ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാലാണോ? വിശ്വാസത്തിന്റെ പ്രവൃത്തിയാൽ. അതാണ് തെളിഞ്ഞു വരേണ്ടത്. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിൽ നിങ്ങളായിരിക്കുന്നു. അതിനാൽ നിങ്ങളിപ്പോൾ അതിനാൽ നിങ്ങളിപ്പോൾ പരിപൂർണരാണ്. അപ്പൊ ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ക്രിസ്തുവിലാണെന്നും ക്രിസ്തുവിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നും നിങ്ങളുടെ അകത്ത് വെളിപ്പാടാകാൻ തുടങ്ങുമ്പോൾ അറിയാതെ ഈ പെർഫെക്ഷൻ നിങ്ങളുടെ ബോഡിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് ഈ ജഡശരീരം ഉറിഞ്ഞു പോകുന്നത്. കത്തികൊണ്ട് വെട്ടിമാറ്റുകയല്ല, അകത്തു വന്ന വെളിപ്പാടിനാൽ നിങ്ങളുടെ സ്വഭാവമായിട്ടിത് മാറുകയാണ്. ഒരാമ്യം പറഞ്ഞേരെ, മനസ്സിലായാലും ഇല്ലെങ്കിലും ഒരാമ്യം പറ കർത്താവിന്. ഞാനതൊന്നും കൂടെ പറയാം. പുതിയ ഉടമ്പടിക്കകത്ത് ജഡശരീരത്തെ ഉരിഞ്ഞു കളയുന്ന പരിച്ഛേദന ദൈവാത്മാവ് ക്രിസ്തുകേന്ദ്രീകൃതമായ വെളിപ്പാടിനാലാണ് ചെയ്യുന്നത്, നിങ്ങളുടെ പരിശ്രമത്താൽ അല്ല. കർത്താവേ, ഞങ്ങൾക്കിത് തുറന്നു വരണമേ, ഞങ്ങൾക്കിത് ബോധ്യപ്പെടുത്തി തരണമേ. ചിലരുടെ അകത്തെങ്കിലും ഇതിൻ്റെ പ്രകാശനം ഇന്ന് രാത്രി തുറന്നു കൊടുക്കണമേ. പൗലോസ് പറയുകയാണ്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. വാക്യം 12, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളിലുള്ള ജഡസ്വഭാവത്തെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനിലുള്ള അവന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താലാണ്. യേശുവിന്റെ കല്ലറയിൽ വ്യാപരിച്ച വ്യാപാര ശക്തി നിങ്ങളുടെ വിശ്വസിക്കുന്ന ആത്മാവിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യാപാര ശക്തി നിങ്ങളുടെ ജഡശരീരത്തിനകത്ത് ആദാമിൽ കൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിരിക്കുന്ന സകലതിനെയും പുറന്തള്ളി നിങ്ങളെ അവനെ പോലെ ആക്കുന്നതിനെയാണ് കൈക്കൊണ്ടല്ലാത്ത ആത്മാവിനാലുള്ള ഹൃദയപരിച്ഛേദന എന്ന് പറയുന്നത്. മനസ്സിലാകുന്നെങ്കിൽ ഒരു ആമ്യം പറ, മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തിന്റെ ആമ്യം പറ. ഇത് നിന്നിൽ വെളിപ്പെട്ടാൽ, ഈ പരിച്ഛേദന നിന്നിൽ വെളിപ്പെട്ടാൽ, നിന്റെ കുടുംബത്തെ കർത്താവ് കിങ്ഡം ഫെസിലിറ്റികളാൽ, കിങ്ഡം പ്രൊവിഷനുകളാൽ, കിങ്ഡം ബ്ലെസ്സിങ്ങിനാൽ, കിങ്ഡം പ്രോസ്പിരിറ്റിയാൽ കർത്താവ് നിന്റെ കുടുംബത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഇവിടെ ഞാൻ കുറച്ചധികം പറഞ്ഞു പോയത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെളിഞ്ഞു വരുന്നു. എനിക്ക് തന്നെ അറിയാം, എനിക്കൊരു പ്രസംഗം പ്രസംഗിക്കുമ്പം എനിക്ക് തന്നെ ഒരു സംതൃപ്തി വരും, അത് തെളിഞ്ഞു വരുമ്പോൾ. ഇല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ പറയും അതങ്ങ് ശരിയായില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് ഇത് ബുദ്ധി കൊണ്ടല്ല പഠിപ്പിക്കുന്നത്, ഇത് ദൈവാത്മാവിനാൽ തന്നെ തുറന്നു കിട്ടണം. ഇവിടെ 5-ാം വാക്യം 17:5 അവിടെ പറയുക, ഇനി നിന്നെ അബ്രാം എന്നല്ല അബ്രഹാം എന്നത്രേ എന്നായിരിക്കണം നിന്റെ പേര്. ഹേ എന്ന് പറയുന്ന യാഹ്വേയിലുള്ള അക്ഷരത്തെ ദൈവം അബ്രഹാമിനോട് ചേർത്തു. അബ്രാം ഇതുവരെ അബ്രാമായിരുന്നു, ദൈവം അവനെ അബ്രഹാമാക്കി. സാറായിയെ ദൈവം സാറായാക്കി.
ദൈവം ഹേ എന്നൊരു അക്ഷരം, ദൈവത്തിലുള്ള ഹേ എന്ന് പറയുന്ന ഒരു അക്ഷരം ദൈവം അബ്രാമിനോട് ചേർത്തു, ജഡത്തിൽ പരിച്ഛേദന ഏൽപ്പിച്ചു. അപ്പൊ ദൈവത്തിലുള്ള ഒന്ന് അവനിലേക്ക് ചേർത്തപ്പോൾ അവനിലുള്ള ഒന്നിനെ ദൈവം മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിലുള്ള ഹേ എന്ന വാക്ക്, ഹീബ്രു ആൽഫബറ്റിലെ 5ാമത്തെ അക്ഷരമായ ഹേ, വാക്തത്വം ലഭിച്ച ഉടമ്പടിയുടെ ഭാഗമായ അബ്രഹാമിന്റെ പേരിനോട് ചേർത്തിട്ട് അവന്റെ ജഡത്തിൽ പരിച്ഛേദന ഹേ അവനോട് ചേർത്തു. ദൈവത്തിലുള്ള ഹേ അവനോട് ചേർത്തു, അവനിലുള്ള ജഡത്തെ മുറിച്ചു മാറ്റി. അതോടുകൂടെ അവൻ ഉടമ്പടിയുടെ വാക്തത്വം അനുഭവിക്കാൻ അവൻ യോഗ്യനായി തീർന്നു. ഇനി ഞാൻ നിങ്ങളിലേക്ക് വരട്ടെ. ദൈവിക ട്രിയൂണിറ്റിയിലെ 2ാം ആളത്വമാണ് ക്രിസ്തു. നിങ്ങൾ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി, നിങ്ങൾ അവന്റെ കൽപ്പനയാകുന്ന സ്ഥാനമനുസരിച്ചപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലായി അവനെ നിങ്ങളിലേക്ക് പകർന്നു. നിങ്ങൾ അവനെ വിശ്വസിച്ചപ്പോൾ അബ്രഹാമിലേക്ക് ഹേ എന്ന തൻ്റെ പേരിലെ ഒരു വാക്ക് പകർന്നവൻ നമ്മിലേക്കൊരു വാക്കല്ല പകർന്നവർ. നാം അവനെ വിശ്വസിച്ചപ്പോൾ നമ്മിലേക്ക് പകർന്നവർ ജീവിപ്പിക്കുന്ന ആത്മാവായ ക്രിസ്തുവിനെയാണ് വിശ്വസിച്ച എൻ്റെ അകത്തേക്ക് പകർന്നവർ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ അകത്തേക്ക് വന്നവർ വെറും ഒരു ഹേ അല്ല, നിങ്ങളിലേക്ക് വന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളിലേക്ക് ചേർത്തത് ഒരു ഹേ അല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പറഞ്ഞവനെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചു കേട്ടോ. നിങ്ങളുടെ അകത്ത് ജഡത്താലുള്ള അല്ല, ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന അവൻ ചെയ്യിപ്പിക്കുന്നവർ. ഒന്ന്, അവന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്തേക്ക് പകർന്നിട്ടാണ്. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. 1ാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. 1 കൊരിന്ത്യർ 15:45 എന്നാണ് എൻ്റെ ഓർമ്മ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ആ ജീവിപ്പിക്കുന്ന ആത്മാവായ യേശു ക്രിസ്തു രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ ആത്മാവിലേക്ക് വന്നു. സ്നാനപ്പെട്ടപ്പോഴോ ഞാൻ അവൻ്റെ അകത്തായി. അവൻ്റെ അകത്തായി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എൻ്റെ ജഡശരീരം അവനാൽ ഉരിഞ്ഞു മാറ്റുന്നു. എങ്ങനെ? അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നവർ. അപ്പൊ ദൈവത്തിന്റെ സമ്പൂർണ്ണതകൾ മുഴുവൻ ദേഹരൂപമായി വസിക്കുന്നവർ ക്രിസ്തുവിലാണ്. ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സ്നേഹം, അവന്റെ കരുണ, അവന്റെ ദയ, അവന്റെ മാഹാത്മ്യം, അവന്റെ ക്ഷമ, അവനിലുള്ളത് മുഴുവൻ ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ അകത്തേക്ക് പകർന്നിരിക്കുന്നത്. ആ ക്രിസ്തുവിനോട് നിങ്ങളെ ഒന്നാക്കി. 1 കൊരിന്ത്യർ 6:17 വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായിട്ട് ഏക ശരീരമാകുന്നു, ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏക ആത്മാവാകുന്നു. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നതാണ് നിന്റെ സ്നാനം. പറ്റിച്ചേരുമ്പോൾ അവനിലുള്ളത് മുഴുവൻ നിന്നിലേക്ക് ദൈവാത്മാവ് പ്രകാശിതമായി തുറക്കും. അതാണ് ദൈവമക്കളെ ഈ പഠനത്തിന്റെ പ്രത്യേകത. അതാണ് ദൈവമക്കളെ വചനത്തിന്റെ റൂട്ടിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി. ഇപ്പോൾ നിങ്ങളുടെ അകത്ത് വചനം വെളിപ്പാടാകുമ്പോൾ തന്നെ അറിയാതെ നിങ്ങളുടെ ജഡ സ്വഭാവങ്ങൾ നിങ്ങൾ ഇന്ന് അടർന്നു പോകുന്നത് കാണുന്നുണ്ടോ? നിങ്ങളുടെ മൈൻഡിൽ വേണ്ടാത്ത ചിന്തകൾ അകലുന്നത് കാണുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ചോ പാപ സ്വഭാവങ്ങളെക്കുറിച്ചോ ചിന്തകളെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ആകെ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അവൻ ദൈവത്തിന്റെ സ്നേഹമാണ്. അവൻ ദൈവത്തിന്റെ സ്വഭാവമാണ്. നിങ്ങളും അവനും ഒന്നായിരിക്കുന്നു. എപ്പോൾ? എങ്ങനെ? സ്നാനത്താൽ നിങ്ങളും അവനും ഒന്നായെങ്കിൽ ഇത് വെളിപ്പാടാകുമ്പോൾ അറിയാതെ നിങ്ങളുടെ അകത്ത് നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി മാറാൻ തുടങ്ങും. ഇത് എന്തെങ്കിലും ആകാൻ വേണ്ടി നിങ്ങൾ അധ്വാനിച്ച് ചെയ്യുന്നൊരു പ്രോസസ്സല്ല.
ഇത് ഉടമ്പടിയുടെ അടയാളമായി നിങ്ങൾ വെളിപ്പെട്ടു വരുന്ന സ്വഭാവമാണ്, അല്ലെങ്കിൽ വെളിപ്പെട്ടു വരുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. കുറേ ഞാനത് പറഞ്ഞുപോയി. നിങ്ങൾക്ക് ഈ ഭാഗം പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലിയർ ആയോ? 17 ക്ലിയർ ആയി. ഇത്രയും ക്ലിയർ ആയിട്ട് ഉൽപ്പത്തി 17 ഇതുവരെ എടുത്തിട്ടില്ല. ഹേയും പരിച്ഛേദനയും കൂടെ കണക്ട് ചെയ്ത് ആദ്യമായിട്ടാണ്. നോട്ടിൽ എഴുതിയിട്ടുമില്ല. അതാണ് എൻ്റെ രസം. നോട്ടിൽ എഴുതിയിട്ടുമില്ല, ഇതുവരെ എടുത്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഇന്ന് രാത്രി ഉടമ്പടിയുടെ ക്ലാസ്സാണ് എടുത്തു വന്നതെങ്കിലും ചേർത്തെടുത്തത്. അപ്പോൾ ദൈവം 17 അധ്യായത്തിൽ പരിച്ഛേദന ചെയ്തു. അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ഇസഹാക്ക് ജനിക്കുന്നു, ഹാഗാറിനെയും സന്തതിയെയും പുറത്താക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. 22 അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യാണ്. ഉറങ്ങൊന്നും അല്ലല്ലോ അല്ലേ? ഉറക്കത്തിന് സുഖവും തന്നരികെ നിന്ന കൃപയ്ക്കായി. 22 അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗമായിട്ട് അർപ്പിക്കുക. ഇത് നമ്മുടെ ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്. ആ കാലത്തുള്ള ഒരു രീതിയായിരുന്നു ആ കാലത്തുള്ള ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ മക്കളെ യാഗമർപ്പിക്കുക എന്നുള്ളത്. അപ്പം അതുപോലെ ആ കാലഘട്ടത്തിലുള്ള ദൈവങ്ങളെ പോലെ നമ്മുടെ ദൈവം അബ്രഹാമിനെ അവൻ്റെ മകനെ ആവശ്യപ്പെട്ടതാണ്. പമ്പര വിഡ്ഢിത്തരാണ് കേട്ടോ. മറ്റ് ദൈവങ്ങളുടെ വാല് പിടിച്ചു പോകുന്ന ദൈവമല്ല യഹോവയായ ദൈവം. അതിന് ഒരു ആമയും പറയില്ല. ആരൊരാൾ പറഞ്ഞു, സ്തോത്രം. മറ്റ് ദൈവങ്ങൾ മക്കളെ കൊല്ലം മേടിച്ചെങ്കിൽ ഇത് സ്വന്തം മകനെ ഇങ്ങോട്ട് തന്ന ദൈവം നമ്മുടെ ദൈവം അല്ലോ. ആ ദൈവങ്ങൾ, ആ കാലഘട്ടത്തിലുള്ള ദൈവങ്ങൾ കൃഷി, മഴയ്ക്ക് വേണ്ടി, മഴയുടെ വർധനവിന് വേണ്ടി, അസ്ത്രോത്തിനെയും പാലിനെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. പ്രകൃതിയുടെ ആനുകൂല്യമായ പ്രതികരണത്തിന് വേണ്ടി തലമുറകളെ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ബാൽ ദൈവങ്ങൾ, അസ്തരോത്ത് ദൈവങ്ങൾ, ബാലും അസ്തരോത്തും തലമുറകളെ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ യഹോവയുടെ പ്രത്യേകത തൻ്റെ ഏകജാതനായ മകനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കാൻ വിട്ടുവന്ന് തൻ്റെ പുത്രന്റെ യാഗത്തിലൂടെ നമ്മെ ദൈവിക ട്രിയൂണിറ്റിയിലേക്ക്, പിതാവിങ്കിലേക്ക് പ്രവേശിപ്പിച്ച ദൈവം നമ്മുടെ ദൈവം. ആ ദൈവത്തെ ഈ കണ്ണിക്കണ്ട കുട്ടി ദൈവങ്ങളുടെ കൂടെ കെട്ടരുവേ എന്ന് പെന്തക്കോസ്ത് പ്രസംഗകരോട് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഇനി അവർ വേണ്ട, നിങ്ങളെങ്കിലും പറയരുത്. ദൈവം അതിനൊന്നും പറഞ്ഞതല്ല. ഇനി ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു വാക്യം കാണാം, ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തതാണ്. അതെ, ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തതാണ്. ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ അബ്രഹാം ഇസഹാക്കിനെ മോറിയ മലയുടെ മുകളിൽ കൊണ്ട് യാഗം അർപ്പിച്ചല്ലോ. ഹലോ, അർപ്പിച്ചോ? അർപ്പിച്ചു. മെമി ചേച്ചി പറഞ്ഞു അർപ്പിച്ചെന്ന്. മെമി ചേച്ചിയുടെ മോന്റെ കൊച്ചിന്റെ പേരെന്താ? ലൂക്ക. പറയുമ്പോ പേടിയൊന്നും ആവില്ലല്ലോ. ലൂക്കയാണ് യാഗമർപ്പിക്കാൻ പറഞ്ഞതെങ്കിൽ മെമി ചേച്ചി എന്ത് പറയും? മെമി ചേച്ചി വേറെ വല്ല പണിയുണ്ടോ കർത്താവേ? വേറെ എന്തെങ്കിലും? ഭയങ്കര പ്രശ്നമുള്ള കാര്യമാട്ടോ. ഞാൻ ഈ അധ്യായം എൻ്റെ അകത്ത് കയറിയത് ജോസഫിന് 1.5-2 വയസ്സുള്ളപ്പോഴാണ്. പൊട്ടക്കുളത്തെ ഹോളിനകത്ത് മേശപ്പുറത്ത് ജോസഫിനെ ഞാൻ കൊണ്ടു കിടത്തി. അവനിപ്പോൾ കൊണ്ടു കിടത്തിയ വല്ലതും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ നോക്കി കണ്ടൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് ഞാൻ ലിൻസി മീൻ മുറിക്കുന്ന അന്നിങ്ങനെ വില കൂടിയ കത്തിയൊന്നുമില്ല, ഈ വെട്ടുകത്തി പോലത്തെ. അതിൻ്റെ വെട്ടുകത്തിയുടെ അനുജനായിട്ട് നിൽക്കാൻ പറ്റിയൊരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തിയും കൊണ്ട് വന്നിട്ട് ലിൻസിയോടും പറഞ്ഞില്ല, ഇവിടെ എനിക്ക് വട്ടാന്ന് വെച്ചിട്ട് എന്നെ വല്ല ജീവൊന്നും പറയാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, 1.5 വർഷമായിട്ടുള്ളൂ, 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലായിട്ട് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവളെനിക്ക് വട്ടാന്ന് പറയാനും പാടില്ല. ജോസഫിനെ കൊണ്ടുവന്ന് ഞാൻ ഷർട്ടൊക്കെ മാറ്റി ഞാൻ മേശയുടെ പുറത്ത് കൊണ്ട് കിടത്തി. എന്നിട്ട് അബ്രഹാമിൻ്റെ ഈ ഭാഗം വായിച്ചിട്ട് കത്തി അങ്ങ് എടുത്ത് പൊക്കി. കർത്താവേ, അറിയാത്തൊരു വിറയല്. പറയാൻ എളുപ്പം, ഉൽപ്പത്തി പുസ്തകം 22 അധ്യായമൊക്കെ പ്രസംഗിക്കാനും എളുപ്പമാണ്. സ്വന്തം കൊച്ചിനെ ഒന്ന് കിടത്തി, നോക്കി കിടത്തില്ല, അവറ്റേ നല്ല വീക്കും കിട്ടും കേട്ടോ. നോക്കി കിടത്തില്ലെങ്കിൽ എനിക്കറിയാം, നിങ്ങളുടെ മക്കളെയൊക്കെ ചെറുതായിട്ടൊക്കെ എനിക്കറിയാം.
ചിലപ്പോൾ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല കിടത്തി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജോസഫ് അന്നേരം ന്യൂ ബോൺ ആയിരുന്നു. ഇപ്പൊ കിടത്തി നോക്ക്. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നോക്കിക്കണ്ട സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ലൂക്കാനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു. കർത്താവ് വേറെ വല്ല പണിയുണ്ടോ നോക്കുമ്പോൾ വേറെ വല്ല പണി. അപ്പൊ എന്റെ ചോദ്യം, തമ്പുരാൻ ഇത് ചെയ്യുന്ന അബ്രഹാമോട് പറയുമ്പോ തന്നെ അബ്രഹാമിന് അറിയില്ലേ, തമ്പുരാൻ അറിയില്ലേ ഇത് അബ്രഹാം ചെയ്യൂന്ന്? എന്റെ ചോദ്യം, ഇപ്പം ഞാൻ ചേച്ചി സത്യം പറഞ്ഞു, അത് അമ്പരാൻ ഇത് പറഞ്ഞ അമ്പരാനോ പല ഉപാധി പറയുന്നുണ്ട്. അതെ ഇത് എൻ്റെ മോനല്ല ലൂക്ക, എൻ്റെ മോനെയാണ് ഞാൻ ചെയ്താനെ. ഇപ്പം അങ്ങനെ ധൈര്യമായിട്ട് പറയാലോ. അപ്പം നമ്മൾ ദൈവത്തോട് ഉപാധി പറഞ്ഞു ഒഴിയും. പക്ഷേ ശ്രദ്ധിക്കൂ നിങ്ങൾ, വളരെ വളരെ ഗൗരവമായി ചിന്തിക്കട്ടെ. അബ്രഹാം ഇത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാ ടെസ്റ്റ് ചെയ്തേ? എന്നെ ടെസ്റ്റ് ചെയ്താൽ ഞാൻ റാങ്ക് ഫസ്റ്റ് റാങ്ക് നേടി പാസ്സാകുമെന്ന് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ടെസ്റ്റ് ചെയ്യുന്നത്? ദൈവത്തിന് അബ്രഹാമിനെ അനുഗ്രഹിക്കണമായിരുന്നു. ദൈവത്തിന് അബ്രഹാമിനെ അനുഗ്രഹിക്കണമായിരുന്നു. ഏതനുഗ്രഹം? ഉടമ്പടിയിലെ അനുഗ്രഹമായ സന്തതിയെയും സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജനത്തെയും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സന്തതി അബ്രഹാമിന് കൊടുക്കണം. അത് ഇസ്ഹാക്കി കൂടെ മടക്കുകയല്ല. അബ്രഹാമിന് ആരെ കിട്ടി? അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ കിട്ടി. പക്ഷെ ഇസ്ഹാക്കിൽ കൂടെ ലോകത്തെ മൊത്തം അനുഗ്രഹിക്കാൻ പറ്റുമോ? ഇസ്ഹാക്കിൽ കൂടെ ഭൂമിയിലുള്ള സകല വംശങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റുമോ? ഞാനിരുന്ന് നോക്കട്ടെ ചാരി. എന്താ നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ടിരുന്നാൽ മാത്രം മതിയോ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയായി ഇസ്ഹാക്കിനെ കിട്ടി. പക്ഷെ ഇസ്ഹാക്കിൽ കൂടെ ഭൂമിയിലുള്ള സകല വംശങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ അനുഗ്രഹിക്കാൻ പറ്റിയ ഒരാൾ എന്റെ അടുക്കലുണ്ട്. അത് എന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവാണ്. ഭൂമിയിലെ സകല വംശങ്ങളെയും സകല ജാതികളെയും നോക്കി, ആദാം മുതൽ സഹസ്രാബ്ദ ഭൂമിയുടെ അവസാനം വരെയുള്ള വിശ്വസിക്കുന്ന സകലവരെയും അനുഗ്രഹിപ്പാൻ കരുത്തുള്ളൊരു സന്തതി എന്റെ അടുക്കൽ എന്റെ കൂടെ ഉണ്ട്. ഈ സന്തതിയെ ഞാൻ നിനക്ക് തരാം. നിന്റെ സന്തതിയെ നീ യാഗപീഠത്തിൽ വെച്ച് എനിക്ക് തന്നാൽ 15 കവനന്റ്, 17 പരിച്ഛേദന, 22 കൈമാറ്റം. ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാം ഹൃദയം കൊണ്ട് പിടയാനല്ല ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അബ്രഹാമിന്റെ സന്തതിയായി ക്രിസ്തുവിനെ പിതാവാം ദൈവത്തിന് കൈമാറാനാണ്. പിതാവാം ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചത്. നിന്റെ ജീവിതത്തിൽ ആർക്കുമില്ലാത്തൊരു ടെസ്റ്റ് വരുന്നെങ്കിൽ ആർക്കുമില്ലാത്ത അനുഗ്രഹം നിന്റെ മേൽ തുറക്കാനാണ്. ഇതൊക്കെ പറയുമ്പം തലേ കൈവച്ച് ദൂത് പറയാത്തത് കൊണ്ടും നോക്കി അന്യഭാഷ പറഞ്ഞ് അത് പ്രവചനമാക്കി പറയാത്തത് കൊണ്ടും ആമേൻ പറയാതിരിക്കരുത്. വിശ്വസിക്കാമെങ്കിൽ അത് ധൈര്യത്തോടെ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. കഴിഞ്ഞ 3 ദിനരാത്രികളായി അബ്രഹാമിന്റെ ഹൃദയം കടന്ന് പെടയുകയാണ്. ലോകത്തിൽ ആർക്കുമില്ലാത്ത പരിശോധന അബ്രഹാമിന്റെ അകത്ത് കിടന്ന് ഉൾക്കിടിലം മടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ പറയും, മോനെ, ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത അനുഗ്രഹമായി എന്റെ സന്തതിയെ എനിക്ക് നിന്നിലേക്ക് തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ആർക്കുമില്ലാത്ത പരിശോധന കൂടെ എന്നെ നടത്തുന്നത്. അതിന്റെ മറുഭാഗം, പരിശോധനയുടെ മറുഭാഗം കൈമാറ്റമാണ്. സ്തോത്രം. ഞാനേ ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് പറയാൻ വിചാരിച്ചിരുന്ന ഭാഗമാണ് ഇപ്പോൾ 3/4 മണിക്കൂർ എടുത്ത് പറഞ്ഞത്. അപ്പൊ നോഹയിക ഉടമ്പടിയും അബ്രഹാമി ഉടമ്പടിയും ഗ്രാൻഡ് കവനന്റ് അല്ലായിരുന്നോ? അതെ. ഇനി നമ്മൾ മോശയിക ഉടമ്പടിയിലേക്ക് വരികയാണ്. സമയം നമ്മുടെ മുമ്പിൽ 5-6 മിനിറ്റ് 6-7 മിനിറ്റ് കൂടിയുണ്ട്. സാരമില്ല, ഞാൻ 2 വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 19-5-6 എടുത്തേ.
ഇത് പറഞ്ഞ് നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് നാളെ ഇവൻ്റെ ബാക്കി വിശദീകരിക്കാം. ഇതങ്ങ് പറഞ്ഞു. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. എന്റെ കവനന്റ് നിങ്ങൾ അംഗീകരിച്ചാൽ, അനുസരിച്ചാൽ. അപ്പൊ സത്യത്തിൽ യഹോവയാം ദൈവം മോശയോടുള്ള ബന്ധത്തിൽ ഈ വാക്യം വെച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് ഒരു ഗ്രാൻഡ് കവനന്റ് ചെയ്യാനാണ്. ഞാനിപ്പോൾ പറഞ്ഞു വിടുന്നു, നാളെ നമുക്കത് വിശദീകരിക്കാമേ. ആവർത്തനം, ഈ 3 വാക്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോ. പുറപ്പാട് 19:5-6, ആവർത്തനം 5:25-27 എഴുതിയോ? പുറപ്പാട് 19:5-6 അത് ഗ്രാൻഡ് കവനൻ്റായിട്ട് കാണാം. ആവർത്തനം 5:25-27 ഈ വാക്യത്തിലാണ് പുറപ്പാട് 19 വന്ന ഗ്രാൻഡ് കവനന്റ് കിൻഷിപ്പായി ചേഞ്ച് ആകുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വാക്തത്വം തരാം, ഞാൻ നിങ്ങളെ വിശുദ്ധ രാജകീയ പുരോഹിത വർഗമാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങനെ വേണ്ട, ഞങ്ങളോട് വലിയ കാര്യമായിട്ട് നീ ഒന്നും പറയണ്ട, മോശ പറഞ്ഞാൽ മതി, നീ പറഞ്ഞ അങ്ങ് ചെയ്തോളാം. അപ്പോൾ ഇവർ ഗ്രാൻഡിനെ കിൻഷിപ്പാക്കി മാറ്റി. ഈ വാക്യം എഴുതി വെച്ചോട്ടോ. ആവർത്തനം 5:25-27, പുറപ്പാട് 20:18-19, പുറപ്പാട് 32:9-14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിൽക്കട്ടെ. നാളെ നമുക്ക് ഈ ഭാഗം ധ്യാനിക്കാം ദൈവം അനുവദിച്ചാൽ. നിങ്ങൾക്ക് ഒരാഴ്ച ഇത്രയധികം ഒരുമിച്ച് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ കൂടുതൽ ഭക്ഷിച്ചാൽ, ഇങ്ങനെ ആൾക്കാർക്ക് ഒരുമിച്ച് ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഛർദ്ദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാകുമോ? ഒരുമിച്ച് ഒരാഴ്ച കുറേ ക്ലാസ് കിട്ടിയാൽ? ഡോക്ടർ എന്താ പറഞ്ഞ? റീന ആൻറ്റി എന്താ പറഞ്ഞേ? കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പം ഞാനിതങ്ങ് കുറേ അങ്ങ് എടുത്ത് വെക്കുകയാണ്. ഞാൻ എന്നിട്ട് പ്രൈവറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രൂപ്പിലിടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ച് കേൾക്കണം കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് ഈ ദൂത് കേൾക്കുന്ന പോലെയാണ് ക്ലാസ് കേൾക്കുന്നത്. ഈ ട്രൂത്തുകൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കും തോറും നിങ്ങളുടെ അകത്ത് ഇത് ഭയങ്കരമായിട്ട് വെളിപ്പാടുകളായിക്കൊണ്ടിരിക്കും. അടുത്ത തലങ്ങളിലേക്ക് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. അപ്പം മോശിക കവനന്റ് ഗ്രാൻഡ് കവനന്റിൽ നിന്ന് കിൻഷിപ്പിലേക്ക് വന്നു. കിൻഷിപ്പിൽ നിന്ന് അത് വാസലിലേക്ക് വന്നു. നാളെ ഞാൻ ഭാഗം എടുക്കും. ഇത്രയും ഞാൻ പറഞ്ഞെന്തിനാ അറിയോ? പുതിയ ഉടമ്പടി ഗ്രാൻഡ് കവനന്റ് ആണ്. പുതിയ ഉടമ്പടി എന്താണ്? ഗ്രാൻഡ് കവനന്റ് ആണ്. ഇത് ഗ്രാൻഡ് കവനന്റ് ആണെന്നും നിങ്ങൾ ഇതിനകത്തുള്ള വാക്തത്വ സന്തതിയാണെന്നുമുള്ള ഫെയ്ത്ത് നിങ്ങളുടെ അകത്ത് വചനത്താൽ വന്നാൽ ബാക്കി നിങ്ങളുടെ വളർച്ച മുഴുവൻ തിരുവചനത്തിൻ്റെ ട്രൂത്തിനാൽ നടക്കും. അത് നിങ്ങളെ ഗ്ലോറി റിലത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും. നിങ്ങളുടെ ചരിത്രം മുഴുവൻ അതിനാൽ മാറാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം മുഴുവൻ അതിനാൽ മാറാൻ തുടങ്ങും. അത്ര മഹത്വകരമാണ് ന്യൂ കവനന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് കേട്ടത് അബ്രഹാമിൻ്റെ കവനന്റിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. 12 വാക്തത്വം, 15 ഉടമ്പടി, 17 ഹേ പ്ലസ് പരിച്ഛേദന, 21 വാക്തത്വ സന്തതിയുടെ ജനനം, 22 പരിശോധന, കൈമാറ്റം. ഇത് മുഴുവൻ ഗ്രാൻഡ് കവനന്റിൽ അബ്രഹാമിനോട് ചെയ്ത എവർലാസ്റ്റിംഗ് ഉടമ്പടിയിൽ വന്നതാണ്. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞ അബ്രഹാം ഏകദേശം 50 വർഷം കൊണ്ട് ഘട്ടമായി വിശ്വാസത്തിലും ദൈവസ്വഭാവത്തിലും വളർന്ന വളർച്ചയുടെ ഹയർ തലത്തിൽ മോരിയാമലമുകളിൽ അവൻ അബ്രഹാമിനെ, ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. അവന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവന് കൊണ്ടുവന്ന ഐശ്വര്യമായ അനുഗ്രഹം നിങ്ങൾക്ക് ഒരൊറ്റ സെക്കൻഡിനാൽ കിട്ടുക. ഒന്നൊരു കൈ ഉയർത്തി രാമ്യം പറഞ്ഞു നോക്കി. സ്തോത്രം. അബ്രഹാം ഒരായുസ് ക്രിസ്തു കേന്ദ്രീകൃതമായി വളർച്ച പ്രാപിച്ച് അനുഭവിച്ച അനുഗ്രഹം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ
അബ്രഹാം പ്രവൃത്തിയാൽ നേടിയത് നിങ്ങൾ വിശ്വാസത്താൽ നേടുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹമായി മാറും. നിങ്ങളുടെ തലമുറകൾ ഒരു അനുഗ്രഹമായി മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ ജഡത്തെ ജയിക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളുടെ അടിമത്തങ്ങൾ പൊളിയും. നിങ്ങളുടെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ ഈ ഭൂമിയിലെ സകലർക്കും അനുഗ്രഹമായി മാറും. അബ്രഹാമിൻ്റെ സന്തതിയുടെ പ്രത്യേകത, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അടുത്ത നിങ്ങളുടെ ഭവനങ്ങളുടെ അടുത്തുള്ള ഭവനങ്ങൾ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും. അവർ നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങളുടെ അകത്ത് ബ്ലെസ്സിങ് തുറക്കുന്നതോടുകൂടി നിങ്ങളുടെ ഭവനത്തിൽ അവർ പ്രാർത്ഥനയ്ക്ക് വരും. നിങ്ങളുടെ അടുക്കൽ അവർ പ്രാർത്ഥന ആവശ്യപ്പെട്ടു വരും. ഈ ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ തുറക്കുന്നതോറും നിങ്ങളുടെ ഭവനം ഒരു അനുഗ്രഹമായി മാറും. നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നമുക്ക് അടുത്ത 1-2 മിനിറ്റുകൾ നിങ്ങളുടെ ഭവനത്തിൽ മറ്റ് ശബ്ദങ്ങളൊന്നുമില്ലെങ്കിൽ അടുത്ത 1-2 മിനിറ്റുകൾ എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് ദൈവത്തോട് സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇത് നിങ്ങളുടെ മേൽ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രാർത്ഥിക്കുകയാണ്. 1-2 മിനിറ്റുകൾ കഴിയുന്നവർ മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പ്രാർത്ഥിക്കുക. റാഖലദന, പുതിയ ഉടമ്പടി, പുതിയ ഉടമ്പടി, പുതിയ ഉടമ്പടി, പുതിയ ഉടമ്പടി. അത് ഗ്രാൻഡ് കവനന്റ് ആണ്. അതിനകത്തുള്ള അനുഗ്രഹങ്ങൾ, അതിനകത്തുള്ള അവകാശങ്ങൾ നിങ്ങളുടെ അത് തുറന്നു വരും. അതിനങ്ങൾ തുറന്നത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ റിസൾട്ടുകൾ നിങ്ങളുടെ അകത്ത് അവൻ തുറക്കും. അവനെ നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. നിങ്ങളുടെ അകത്ത് അവനെ ദൈവാത്മ പകർത്തിയിരിക്കുന്നു. ഹേ എന്ന വാക്ക് അബ്രഹാമിനോട് കൂട്ടിച്ചേർത്ത് അവനെ അബ്രഹാമാക്കിയ ദൈവം വിശ്വാസത്താൽ നിന്നെ ദൈവത്തിന്റെ മകനാക്കി നിന്റെ അകത്തേക്ക് അവന്റെ ആത്മാവിനെ തന്ന് സ്നാനത്താൽ ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞ് ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന നിന്റെ അകത്ത് തുറന്ന് നിന്നെ ഉടമ്പടിയുടെ അവകാശിയാക്കി മാറ്റുകയാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ മേൽ ഗ്ലോറി റിലങ്ങൾ തുറന്നിരിക്കും. നിന്റെ മേൽ കിങ്ഡത്തിന്റെ മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. നീ വാഴാൻ തുടങ്ങും. വാഴ്ചമിന്റെ അവകാശമാണ്. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇത് തുറന്നു വരുവാൻ ഇവരുടെ വ്യാകുലതകൾ, ഇവരുടെ വിചിന്തനങ്ങൾ, ഇവരുടെ മനോഭാവങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ, ഇന്ന് രാത്രി ചികിത്സിച്ച് ഇവരെ ആത്മാവിൽ പുറത്തു കൊണ്ടുവരേണ്ടവനാ. ഉടമ്പടിയിൽ നിന്ന്, ഉടമ്പടിയുടെ വാഗ്ദത്തത്തിൽ നിന്ന്, ഉടമ്പടിയുടെ അവകാശത്തിൽ നിന്ന് ഒരു വേള അബ്രഹാം പിന്തിരിഞ്ഞു പോയാലും അബ്രഹാമിനെ മടക്കി കൊണ്ടുവരുവാൻ വിശ്വസ്തനായ അങ്ങ് കാത്തിരുന്നത് പോലെ അങ്ങയുടെ വിശ്വസ്തത ഈ ജനത്തിന് മേൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ മേൽ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം കേട്ടോ, ചിലരുടെ മേൽ ആത്മതലം അതുപോലെ തുറന്നു വരുന്നുണ്ട്. ചിലരുടെ മേൽ ആത്മതലം അതുപോലെ ഇന്ന് രാത്രി തുറക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ നടക്കും. നിങ്ങളുടെ അകത്ത് റെവലേഷൻ ആകും. നിങ്ങളുടെ അകത്ത് റെവലേഷൻ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പണിയപ്പെടാൻ തുടങ്ങും. വലയാനല്ല നിന്നെ വിളിച്ചത്, തകരാനല്ല നിന്നെ വിളിച്ചത്. വിചിന്തനത്തിനകത്തുപെട്ട് ഏകയായി ഒറ്റയ്ക്ക് ഒതുങ്ങിപ്പോകാനോ, ഒറ്റയ്ക്ക് തകർക്കപ്പെടാനോ, ജീവിതം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുവാനോ അല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഉറപ്പോടെ പറയുന്നു, ലോക രാജ്യങ്ങൾക്ക് നീ അനുഗ്രഹമായി മാറും. അത് കിങ്ഡത്തിലെ അനുഗ്രഹമാണ്. അത് കിങ്ഡത്തിനകത്തുള്ള അവകാശമാണ്. അബ്രഹാമിന്റെ സന്തതിയാണോ ഭൂമിയിലെ സകല വംശങ്ങളും നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കേട്ടോ, നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ത്യക്ക് നീ ഒരു അനുഗ്രഹമാണ്. നീ താമസിക്കുന്ന സംസ്ഥാനത്തിന്, കേരളത്തിന്, തമിഴ്നാടിന്, കർണാടകയ്ക്ക്, നീ ആയിരിക്കുന്ന സംസ്ഥാനം ഏതോ, നീ ആയിരിക്കുന്ന രാജ്യം ഏതോ, ആ രാജ്യത്തിന് നീയാണ് അനുഗ്രഹം. ചില ടെസ്റ്റുകൾ നിന്റെ ജീവിതത്തിൽ വന്നല്ലേ, ആർക്കുമില്ലാത്ത ചില പരിശോധനകൾ, ആർക്കുമില്ലാത്ത ചില പരിശോധനകൾ ജീവിതത്തിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ നിന്നെ ഒറ്റയ്ക്കാക്കിയല്ലേ. പരിശോധന പുറത്തു പറഞ്ഞാൽ കുടുംബത്തിൽ കലഹമുണ്ടാകുമാറ്, കുടുംബത്തിനകത്ത് പോലും പ്രശ്നമുണ്ടാക്കുന്ന പരിശോധന വന്നപ്പോൾ അതിന്റെ നടുവിൽ നീ തളർന്നില്ലേ. ഇന്ന് രാവിലെ തളരാനല്ല, ലോകത്തിൽ ആർക്കും കൈമാറാത്തത് നിന്നിലേക്ക് അവൻ കൈമാറാൻ പോകുന്നു. ലോകത്തിൽ ആർക്കും കൈമാറാത്തത്
നിന്നിലേക്ക് അവൻ കൈമാറാൻ പോകുന്നു. ഷഹ്റബാന റക്കനാതിരാധന റഗശസ്കനാതിരാധന പ്രൗഢപനഘടകധന റഗശസ്കനാതിരാധന. എന്തോ പരിശുദ്ധാത്മാവ് വളരെ ആഴമായിട്ട് ഇന്ന് രാത്രി ഇടപെടുന്നു. ഞാൻ ഇന്ന് രാത്രി പഠിപ്പിക്കാൻ വന്നതിൽ പ്രധാനപ്പെട്ട ഭാഗം മോശയിക കവനന്റിലെ 3 തിരിവുകളാണ്. അത് ഗ്രാൻഡായിരുന്നു, അത് കിൻഷിപ്പായി മാറി, അത് വാസലായി മാറി. അത് പഠിപ്പിക്കാനും ഞാൻ പ്രധാനമായൊരു പോർഷൻ ഇന്ന് വന്നിരുന്നത്. പക്ഷെ അറിയാതെ കർത്താവൻ ഇങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് പുതിയ ഉടമ്പടിയുടെ മഹിമ മനസ്സിലാക്കേണ്ടതിന്, പുതിയ ഉടമ്പടിയിൽ അങ്ങ് നിവർത്തിച്ച അബ്രഹാമ്യ കവനന്റിൻ്റെ മഹത്വം, പ്രാധാന്യത ഇന്ന് രാത്രി കാണാൻ ഞങ്ങളുടെ കണ്ണു തുറന്നല്ലോ. ഒരു ഉടമ്പടിക്കകത്തൊരു വാക്തത്വമുണ്ടെങ്കിൽ, ഒരു ഉടമ്പടിക്കകത്ത് വാക്തത്വമുണ്ടെങ്കിൽ, ആ ഉടമ്പടിക്ക് ഒരു ഉടമ്പടിയുടെ കർമ്മമുണ്ടെങ്കിൽ, ആ ഉടമ്പടിക്ക് ഒരു പരിച്ഛേദന അടയാളമുണ്ടെങ്കിൽ, ആ ഉടമ്പടി നിവർത്തിക്കുവാൻ ഒരു പരിശോധന കൂടെ അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മുഴുവൻ അതിൻ്റെ നടുവിലൂടെ നടന്ന ജയാളിയായ അബ്രഹാമിനെ ഇന്ന് രാത്രി ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് വരച്ച് കാണിക്കുകയായിരുന്നല്ലോ. കാൽവറിയിൽ അങ്ങ് പിതാവാം ദൈവം പുത്രൻ മുഖാന്തരം ഇസ്രായേലത്തോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമാണ് ഇവരെന്നുള്ള വെളിപ്പാട് ഇവരകത്തേക്ക് തുറന്നു കൊടുക്കണമേ. ഇതുവരെ മനസ്സിനെ ഇന്ന് രാത്രി കടന്നു പൊട്ടിക്കട്ടെ. ഇവർ ഒറ്റയ്ക്കല്ല, ഇവർ തകരാനുള്ളവരല്ല, ഇവർ ഒടയാനുള്ളവരല്ല, ഇവർ ഉടമ്പടിയുടെ അവകാശങ്ങൾ തുറക്കാനുള്ളവരാണ് എന്ന വെളിപ്പാട് ഇവരകത്ത് നിന്നറിയട്ടെ. ഏത് ടെസ്റ്റിനെയും ഇവർ ജയിക്കട്ടെ. ടെസ്റ്റുകൾ കൈമാറ്റങ്ങളുടെ കലവറയാക്കി മാറ്റട്ടെ. ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്ന വേദനകൾ, ഏകാന്തതകൾ, അടിമത്തങ്ങൾ, പരിശോധനകൾ, ആക്ഷേപങ്ങൾ, നിന്ദകൾ എല്ലാം കൈമാറ്റങ്ങളുടെ കലവറകളാക്കി മാറ്റി അങ്ങ് ഇവരെ മഹത്വത്തോടെ ഉപയോഗിപ്പാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം. നാളെ നമുക്ക് പകൽ 11 മണിക്കുള്ള 10:45 ബൈബിൾ ക്ലാസ് നാളെ ഉണ്ടായിരിക്കുന്നതല്ല. നാളെ ഒരു ഭവന പ്രാർത്ഥനയുണ്ട്, നമുക്ക് കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നാളെ പകൽ 10:45 പ്രാർത്ഥന ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. രാവിലെ 5:30 പ്രാർത്ഥന ഉണ്ടായിരിക്കും, 5:30 മുതൽ 6 വരെ. നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ പുതിയ ഉടമ്പടിയുടെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. കഴിയുന്നവർ രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ നിങ്ങൾക്കത് അനുഗ്രഹപ്രദമായിരിക്കും. ഞാൻ ഇന്നലെ രാത്രി 3:30 കിടക്കുന്നത്, 3:30 കിടക്കുമ്പോൾ. എന്നിട്ട് ഞാൻ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥന കൂടി. നിങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട്, ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത കൊണ്ടാണ് ഞാൻ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്നത്. നാളെ രാവിലെ നമുക്ക് പ്രാർത്ഥനയുണ്ട്. നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് മോശയിക കവനന്റിൻ്റെ ഉൾപ്പിരിവുകൾ നമുക്ക് കാണാം. ഇതെല്ലാം പറഞ്ഞു വരുന്നത് പുതിയ ഉടമ്പടിയുടെ മഹിമ തുറക്കാനാണ്. ആശീർവാദം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി ജയനുള്ള കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. ഷലോം.